ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെട്രിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെട്രിക്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഓക്കെ, അപ്പോൾ അവയുടെയൊക്കെ പ്രോപ്പർട്ടീസ് എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് പഠിച്ചിട്ടുള്ള ഈ മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് മെട്രിക്സ് എന്ന്. A system of mn numbers, real or complex, arranged in rectangular array in m horizontal line called rows and n vertical line, that is columns, is called m cross n matrix. ഓക്കെ, അതായത് എം എൻ എലിമെൻറ്റ്സ്, എം ഇൻറ്റു എൻ എലിമെൻറ്റ്സിനെ റിയൽ നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിക്കോട്ടെ അതിനെന്ത് ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കുലർ അറേയിൽ അറേഞ്ച് ചെയ്യാണ്. റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, എം ക്രോസ് എൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിന് എന്താ പറയുന്നത്, റോ എന്നും വെർട്ടിക്കൽ ലൈനിന് കോളം എന്നാണ് പറയുന്നത്. എം റോസും എൻ കോളമുള്ള മെട്രിക്സിന് എം ക്രോസ് എൻ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ, ജനറൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അതിൽ ഓരോ എലിമെൻറ്റ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. A11, A12 എക്സെട്ര A1n ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A12 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. ഓക്കെ, അങ്ങനെ A1n എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ആൻഡ് nth കോളത്തിനെയാണ് A1n എന്ന എലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ AMN എന്ന് പറഞ്ഞാൽ mth റോയും nth കോളത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എം ക്രോസ് എൻ ആണ് എന്ത് പറയുന്നത്, എം ക്രോസ് എൻ മെട്രിക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ജനറൽ ടേം AIJ ഓഫ് എം ക്രോസ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് എനി എൻട്രി AIJ ലൈസ് ഇൻ ith റോ ആൻഡ് jth കോളം. അതായത് ith റോയിലും jth കോളത്തിലും വരുന്ന എലമെൻറ്റിനെയാണ് AIJ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്രയാണ്, എം റോസും എൻ കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ. ഓക്കെ, MN എലിമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ജനറൽ ടേമിന് AIJ ഓഫ് എം ക്രോസ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. AIJ എന്ന് പറഞ്ഞാൽ ith റോയും jth കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലിമെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെട്രിക്സിൻ്റെ ഓർഡർ അല്ലെങ്കിൽ കോഡി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മലയാളം വേർഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ മലയാളം വേർഡ്സും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ആ മലയാളം വേർഡ് മാത്രമായും അതല്ലാതെ മലയാളം വേർഡിൻ്റെ അടുത്ത് തന്നെ ബ്രാക്കറ്റിനകത്ത് ഇംഗ്ലീഷ് ടേം എഴുതിയിട്ടും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സിൻ്റെ ഓർഡറാണ്. A matrix having m rows and n column is called matrix of order m cross n. Okay, മനസ്സിലായല്ലോ. അപ്പോൾ എം റോയും ഫസ്റ്റ് എഴുതുന്ന ഇപ്പോൾ എം ക്രോസ് എൻ ഓർഡർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എം ക്രോസ് എൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ എം എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റോസ് തന്നെ ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് റോസ് തന്നെയാണ് ആദ്യം എഴുതേണ്ടത്. ദെൻ എൻ എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് കോളംസിനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓർഡർ പറയുന്ന സമയത്ത് എം ക്രോസ് എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ എം എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് റോസും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളമും ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മെട്രിക്സും അതിൻ്റെ ഓർഡറും നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് കാണുന്ന ഈ ഒരു മെട്രിക്സ് നോക്കൂ. ഇതിൽ എത്ര റോസ് ആണുള്ളത്, 3 റോസ് ആണല്ലേ. അതുപോലെ തന്നെ 3 കോളമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 3 ക്രോസ് 3 എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, 3 ക്രോസ് 3. ഇനി സെക്കൻഡ് മെട്രിക്സ് നോക്കൂ. ഈ സെക്കൻഡ് മെട്രിക്സിനകത്ത് ഒരൊറ്റ റോ മാത്രമാണ് അല്ലേ ഉള്ളത്. ഒരു സിംഗിൾ റോയും കോളം എത്രയുണ്ട്, 1 2 3 4 5 6 കോളം ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 1 ക്രോസ് 6 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡറിൽ ഫസ്റ്റ് എഴുതുന്നത് എന്തായിരിക്കണം, നമ്പർ ഓഫ് റോസ് ആണ്. ഇതിൽ ഒരു റോയാണുള്ളത്. സെക്കൻഡ് എഴുതുന്നത് കോളത്തിൻ്റെ എണ്ണമാണ്. ഇവിടെ 6 ആണ്. അപ്പോൾ 1 ക്രോസ് 6 ആണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. നെക്സ്റ്റ് തേർഡ് മെട്രിക്സ് നോക്കൂ. ഇതിൽ എത്ര റോസ് ആണ് വരുന്നത് നോക്കൂ, 5 റോസ് ഉണ്ട് അല്ലേ. ദെൻ കോളം ഒരു സിംഗിൾ കോളം മാത്രമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 5 ക്രോസ് 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതിനകത്ത് എത്ര റോസ് ആണുള്ളത്, 3 റോ ആണല്ലേ ഉള്ളത്. അപ്പോൾ 3 ക്രോസ്
എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ 3x4 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും കുറേ ഗ്യാപ്പ് വന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് നോക്കി, പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്, അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. ആദ്യം റോ മെട്രിക്സും കോളം മെട്രിക്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, റോ മെട്രിക്സും കോളം മെട്രിക്സും. അപ്പോൾ റോ മെട്രിക്സ് എന്താണെന്ന് നോക്കാം ആദ്യം. If a matrix has only one row and any number of column is called row matrix. ഓക്കെ, എന്താണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്? ഒരു സിംഗിൾ റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഒരു സിംഗിൾ റോ, കോളം എത്ര വേണമെങ്കിലും ആവാം. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു 1 റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിൽ കോളം എത്ര വേണമെങ്കിലും ആവാം. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. നോക്കിതിൽ റോ 1 ആണല്ലേ. ഓക്കെ, ഒരു റോ മാത്രമേ ഉള്ളൂ, കോളം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്താ? ഇതെന്ന് പറയുന്നത് റോ മെട്രിക്സ് ഓഫ് ഓർഡർ 1x4 ആണ്. ഓക്കെ, ഒരു റോയും 4 കോളമാണുള്ളത്. അപ്പോൾ 1x4 മെട്രിക്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് റോ മെട്രിക്സ് ആണ്. ദെൻ കോളം മെട്രിക്സ് എന്താണ്? നമുക്ക് കോളം മെട്രിക്സ് എന്ന് പറയുന്നത് ഇഫ് എ മെട്രിക്സ് ഹാസ് ഓൺലി 1 കോളം. റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു റോ മാത്രമേ ഉള്ളൂ. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് എനി നമ്പർ ഓഫ് റോ ഈസ് കോൾഡ് കോളം മെട്രിക്സ്. ഓക്കെ, അപ്പോൾ കോളം മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു സിംഗിൾ റോയും നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കോളം മാത്രമാണ് ഉള്ളത്. റോ എത്ര എണ്ണം ഉണ്ട്? 4 റോ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? 4x1 ആണ് ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ. ഇതൊരു കോളം മെട്രിക്സ് ആണ്, ഓർഡർ 4x1 ആണ്. ഓക്കെ, അപ്പോൾ റോ മെട്രിക്സും കോളം മെട്രിക്സും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്ക്വയർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? A matrix is said to be square matrix if it has number of rows equal to number of column. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളമും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് അഥവാ സമചതുര മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ 3 റോയും 3 കോളമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയാം. നെക്സ്റ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ മെട്രിക്സ് ക്ലിയർ ആയല്ലോ. നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ അല്ലെങ്കിൽ കർണരേഖ മെട്രിക്സ്. ഓക്കെ, ഡയഗണലിൻ്റെ മലയാളം വികരണം എന്നുണ്ട്. വികരണം അല്ലെങ്കിൽ കർണരേഖ മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. A square matrix is called a diagonal matrix if all its non-diagonal elements are 0. ഓക്കെ, അതായത് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രമേ നോൺ സീറോ എൻട്രീസ് വരികയുള്ളൂ. ബാക്കി എല്ലാ എലിമെൻറ്റ്സും എന്തായിരിക്കും? 0 എൻട്രീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു മെട്രിക്സിൽ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഡയഗണൽ എലിമെൻറ്റിൽ മാത്രമേ നോൺ സീറോ എലിമെൻറ്റ്സ് വരുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും? 0 എലിമെൻറ്റ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനാണ് എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഡയഗണൽ മെട്രിക്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ടൈപ്പിലോട്ട് കടക്കാം. സ്കെയിലാർ മെട്രിക്സ്. A diagonal matrix is called scalar matrix if all the non-diagonal elements are equal to 0 and all the diagonal elements are equal to scalar, say k. അതായത് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ്? ഡയഗണലിൽ മാത്രമേ, മെയിൻ ഡയഗണലിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? എലമെൻറ്റ്സ് വരികയുള്ളൂ. മെയിൻ ഡയഗണലിൽ മാത്രമേ നോൺ സീറോ എലമെൻറ്റ്സ് വരികയുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും? 0 എലമെൻറ്റ്സ് ആയിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അത് സ്കെയിലർ മെട്രിക്സ് ആവണമെങ്കിൽ ആ മെയിൻ ഡയഗണലുണ്ടല്ലോ, മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്കെയിലർ ആയിരിക്കും. അതിനെയാണ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്കെയിലർ ആയിരിക്കും. അതിനെയാണ് സ്കെയിലർ മെട്രിക്സ് അല്ലെങ്കിൽ അദിശ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് സ്കെയിലർ മെട്രിക്സ്, ഒരു ഡയഗണൽ മെട്രിക്സ് സ്കെയിലർ മെട്രിക്സ് ആവണമെങ്കിൽ അതിൽ ഡയഗണൽ എലമെൻറ്റ് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സ്കെയിലർ ആയിരിക്കണം. അത്തരത്തിലുള്ള മെട്രിക്സിനാണ് സ്കെയിലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു സ്കെയിലർ മെട്രിക്സ് ആണ്. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കൂ, യൂണിറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി
മലയാളത്തിൽ തൽസമക മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, യൂണിറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ തൽസമക മെട്രിക്സ് എന്താണെന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇഫ് ഓൾ ദി ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ ടു യൂണിറ്റി ആൻഡ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിൽ മാത്രമേ നോൺ സീറോ എൻട്രീസ് വരികയുള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതിനാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ പഠിച്ച എന്തായിരുന്നു, സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സിൽ മെയിൻ ഡയഗണലിൽ മാത്രമേ എന്ത് വരികയുള്ളൂ, എലമെൻറ്റ്സ് വരികയുള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ ഡയഗണലിലുള്ള ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് സ്കെയിലാർ മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ മെയിൻ ഡയഗണലിലുള്ള എലിമെൻറ്റ്സ് ഉണ്ടല്ലോ അതെല്ലാം എന്തായിരിക്കും, യൂണിറ്റി അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ ഭാഗത്തും എന്തായിരിക്കും, സീറോ എലിമെൻറ്റ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി ഇഫ് ഓൾ ദി ഡയഗണൽ എലിമെൻറ്റ്സ് ആർ ഈക്വൽ ടു യൂണിറ്റി. ഓക്കെ, എല്ലാ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും, മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, 1 ആയിരിക്കും. ഫസ്റ്റ് കണ്ടോ, ഇതിനകത്ത് എന്താണ് 3x3 മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ മെയിൻ ഡയഗണലിൽ 1 ആണ്, ബാലൻസ് എല്ലാ ഭാഗത്തും 0 ആണ്. അപ്പോൾ ഇതൊരു യൂണിറ്റ് മെട്രിക്സ് ആണ്, I3 എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്, I3 ആണ്. I2 അതായത് 2x2 ആണ് ഓർഡർ വരുന്നത്, അതുകൊണ്ടാണ് I2 എന്ന് പറയുന്നത്. ഇതിൽ കണ്ടോ, ഇതിൽ എന്താണ്, മെയിൻ ഡയഗണലിൽ 1 ആണ്, ബാലൻസ് ഉള്ള ഭാഗത്ത് എല്ലാം 0. അപ്പോൾ ഇവയെല്ലാം എന്താണ്, യൂണിറ്റ് മെട്രിക്സിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് സീറോ അല്ലെങ്കിൽ നൾ മെട്രിക്സ് അല്ലെങ്കിൽ ശൂന്യ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. സീറോ മെട്രിക്സ്, നൾ മെട്രിക്സ്, ശൂന്യ മെട്രിക്സ്. എന്താണ്, പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ എന്തായിരിക്കും, അതിൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, സീറോ ആയിരിക്കും. എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ സീറോ. ഓക്കെ, ഒരു മെട്രിക്സിലെ എല്ലാ എലിമെൻറ്റ്സും എന്താണ്, സീറോ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം, സീറോ മെട്രിക്സ് എന്ന് പറയാം അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ യൂണിറ്റ് മെട്രിക്സ് എന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ഓക്കെ, ഇതെന്താണ്, സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടൈപ്പ് മെട്രിക്സ് നോക്കാം, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അപ്പർ ട്രയാങ്കുലറും അതുപോലെ ലോവർ ട്രയാങ്കുലറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. എന്താണ് അപ്പർ ട്രയാങ്കുലർ എന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് ഓൾ എലിമെൻറ്റ്സ് ബിലോ ദി ലീഡിംഗ് ഡയഗണൽ ഈസ് സീറോ. ഓക്കെ, അതായത് ഇതിൽ മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ ലീഡിങ് ഡയഗണൽ ഉണ്ടല്ലോ, ആ ഡയഗണലിൻ്റെ ബിലോ വരുന്ന എല്ലാ എലിമെൻറ്റ്സും എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഞാനിത് വരയ്ക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഡയഗണൽ, ഇതിന് താഴെ വരുന്ന, ഓക്കെ, ഇതിന് താഴെ വരുന്ന എല്ലാ എലിമെൻറ്റ്സും എന്താണ്, സീറോ ആണ്. കണ്ടോ, ഈ എലിമെൻറ്റ്സ് ഒക്കെ എന്താണ്, സീറോ ആണ്. അത്തരത്തിലുള്ള മെട്രിക്സിനാണ് എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ നോൺ സീറോ എൻട്രീസ് എന്തായിരിക്കും, മെയിൻ ഡയഗണലിലും അതിന് മുകളിലും മാത്രമേ എന്ത് വരികയുള്ളൂ, നോൺ സീറോ എൻട്രീസ് വരുന്നുള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള മെട്രിക്സിനാണ് എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ലീഡിങ് ഡയഗണൽ എലമെൻറ്റിന് താഴെ വരുന്ന എലമെൻറ്റ്സ് സീറോ ആയിരിക്കും, മുകളിൽ വരുന്നത് എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് അപ്പർ ട്രയാങ്കുലർ. അതുപോലെ ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ഡയഗണലിന് താഴെയാണ് എന്ത് വരുന്നത്, നോൺ സീറോ എലമെൻറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ മെയിൻ ഡയഗണലിന് മുകളിൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, സീറോ എലിമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന് താഴെയുള്ളത് സീറോ എലിമെൻറ്റ്സും, ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന് മുകളിലാണ് സീറോ എലിമെൻറ്റ്സ് വരുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് എബവ് ദി ലീഡിംഗ് ഡയഗണൽ ആർ സീറോ. അതായത് ലീഡിംഗ് ഡയഗണലിന് മുകളിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ട്രാൻസ്പോസ് അല്ലെങ്കിൽ പരിവർത്തനം. എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? ഇഫ് വി ഇൻ്റർചേഞ്ച് ദി റോസ് ആൻഡ് ദി കറസ്പോണ്ടിങ് കോളം ഇൻ എ ഗിവൺ മെട്രിക്സ് എ, then the new matrix obtained is called transpose of the matrix A. ഓക്കെ, അതായത് ഒരു മെട്രിക്സിനകത്തുള്ള റോയും കറസ്പോണ്ടിങ് കോളവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്, ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്.
ട്രാൻസ്പോസ് ഡിനോട്ട് ചെയ്യുന്നത് എ പവർ ടി എന്നോ അല്ലെങ്കിൽ എ ബാർ എന്ന് പറഞ്ഞിട്ടാണ് ട്രാൻസ്പോസിനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്പോസ് എന്ന് മനസ്സിലായല്ലോ. ഒരു മെട്രിക്സിനകത്ത് റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ വരുന്ന മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്പോസിനെ നമുക്ക് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ബാർ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് റോ കണ്ടോ, 3 4 5. ഇതിന് നമ്മൾ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 3 4 5 ആണ് ഫസ്റ്റ് കോളം. ക്ലിയർ ആയാലും ഫസ്റ്റ് റോ 3 4 5 ആണെങ്കിൽ അതിന് ഫസ്റ്റ് കോളം വൈസ് എഴുതുന്ന സമയത്ത് 3 4 5 ഫസ്റ്റ് കോളം ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡ് റോയിലെ എലിമെൻറ്റ് 2 1 6 ആണെങ്കിൽ അതിന് സെക്കൻഡ് കോളം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ തേർഡ് റോ 7 8 0 ആണ്. അതിനെ കോളം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് 7 8 0 തേർഡ് കോളം ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മെട്രിക്സിലുള്ള റോയും കോളവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമായിട്ടും ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കൂ. എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും, ഒറിജിനൽ മെട്രിക്സ് എ തന്നെ കിട്ടും. നെക്സ്റ്റ് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഓക്കെ, നെക്സ്റ്റ് കെ ഇൻറ്റു എ ഹോൾ റൈസ് ടു ട്രാൻസ്പോസ് അല്ലെങ്കിൽ കെ എ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് എ എന്ന മെട്രിക്സിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കെയിനെ സെപ്പറേറ്റ് പുറത്തോട്ട് എടുത്തിട്ട് എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നതിന് ഈക്വൽ ആണ്. അതുപോലെ എ റൈസ് ടു കെ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്, എ ട്രാൻസ്പോസ് ഹോൾ റൈസ് ടു കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അതുപോലെ കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എ റൈസ് ടു കെ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഹോൾ റൈസ് ടു കെ. ഓക്കെ, അപ്പോൾ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കോഞ്ചുഗേറ്റ്, ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് സംയുക്തം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ സംയുക്തം എന്താണെന്ന് നോക്കാം. ലെറ്റ് എ ബി എനി എം ക്രോസ് എൻ മെട്രിക്സ് ദെൻ ഇറ്റ്സ് കോഞ്ചുഗേറ്റ് മെട്രിക്സ് എ കോഞ്ചുഗേറ്റ്. നോക്കൂ, എ ബാർ കേട്ടോ, ഇങ്ങനെ ഇട്ടാൽ അതെന്താണ്, കോഞ്ചുഗേറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു എ ഐ ജെ ബാർ എം എൻ വെർ എ ഐ ജെ കോംപ്ലിമെൻറ്റ് ഈസ് കോഞ്ചുഗേറ്റ് ഓഫ് എ ഐ ജെ. അതായത് ഒരു മെട്രിക്സ്, ഓക്കെ, ഒരു എം ക്രോസ് എൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. ദെൻ അതിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, കോഞ്ചുഗേറ്റിന് നമുക്ക് എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എ ബാർ ഈക്വൽ ടു എ ഐ ജെ ബാർ. അതായത് എ ഐ ജെ ബാർ എന്ന് പറയുന്നത് എന്താണ്, എ ഐ ജെ എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലുള്ള എല്ലാ എലിമെൻസിൻ്റെയും അതിലുള്ള ഓരോ എലിമെൻസിൻ്റെയും എന്തെടുക്കണം, കോഞ്ചുഗേറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, എലിമെൻറ്റ് ഫസ്റ്റ് 3 + i ആണ്. ഇപ്പോൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ഐ ബി എന്നല്ല ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. ഓക്കെ, എ പ്ലസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് എന്താണ്, എ മൈനസ് ഐ ബി ആണ്. അതിൽ എന്താണ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്, ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ ചിഹ്നമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ ചിഹ്നമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, 3 + i ആണ്. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഐയുടെ ചിഹ്നം ഉണ്ടല്ലോ, ഐയുടെ ചിഹ്നം പ്ലസ് ആണ്, അത് മൈനസ് ആക്കിയാൽ മതി. ദാറ്റ് ഈസ് 3 - i എന്ന് കിട്ടും. നെക്സ്റ്റ് 4 + 5i കണ്ടോ, 4 - 5i. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയുടെ കോയിഫിഷ്യൻറ്റ് -5 ആണ്. അതിനെ പ്ലസ് ആക്കിയാൽ എന്ത് വരും, 4 + 5i എന്ന് കിട്ടും.
ഓക്കെ 4 - 5 അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ് 4 + 5i. അതിൽ 2 + 3i ഉണ്ടല്ലോ, അതിൻ്റെ കോൺജുഗേറ്റ് എന്താ 2 - 3i. 4 ഒന്നും ചെയ്യേണ്ട, 4 അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് കോൺജുഗേറ്റ് എന്ന് മനസ്സിലായല്ലോ. അതിലുള്ള ഓരോ എലമെൻസിൻ്റെയും കോൺജുഗേറ്റ് എടുത്താൽ മതി. ഇനി ഇഫ് എ ഈസ് റിയൽ മെട്രിക്സ് ദെൻ എ കോൺജുഗേറ്റ് ഈക്വൽ ടു എ. അതായത് റിയൽ എലിമെൻറ്റ്സ് ആണെങ്കിൽ, റിയൽ എൻട്രീസ് ആണെങ്കിൽ, ഇവിടെ കണ്ടു ഇതൊക്കെ റിയൽ ആയതുകൊണ്ട് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, സെയിം എലിമെൻറ്റ് തന്നെ എഴുതി. കോംപ്ലക്സ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കോൺജുഗേറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു റിയൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ സംയുക്തം എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് സിമ്മെട്രിക് മെട്രിക്സും സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സും. ഓക്കെ, സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ സമമിത മെട്രിക്സ്, സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ വിഷമ സമമിത മെട്രിക്സ്. ഓക്കെ, നോക്കാം. ആദ്യം സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമ്മെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതായത് ഒരു മെട്രിക്സ് സിമ്മെട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടണം, സെയിം മെട്രിക്സ് തന്നെ കിട്ടണം. ഓക്കെ, അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് സിമ്മെട്രിക് അല്ലെങ്കിൽ സമമിത മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഫോർ ഓൾ ദി വാല്യൂ ഓഫ് ഐ ജെ എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ. ഓക്കെ, അതായത് എ ഐ ജെയും എ ജെ ഐയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയില്ല. അപ്പോൾ സിമ്മെട്രിക് മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് തന്നെ വരണം. അത്തരത്തിലുള്ള മെട്രിക്സിനാണ് സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ ജെ എന്നുള്ള ഏത് വാല്യൂവിന് എടുത്താലും എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ ആയിരിക്കും. അപ്പോൾ സിമ്മെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ നോക്കൂ. ഇതാണ് സിമ്മെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ. ഇതിലിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടും, ഇതേ സെയിം ഈ ഒരു മെട്രിക്സ് തന്നെ കിട്ടും അല്ലേ. അത് എ ഐ ജെയും എ ജെ ഐയും സെയിം ആയിരിക്കണം. ഡയഗണൽ എലിമെൻറ്റ്സ് നോക്കണ്ട. ഇതാണ് A12 അല്ലേ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണ് A12. A12 എന്തിനോട് ഈക്വൽ ആയിരിക്കണം, A21. A21 എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലിമെൻറ്റ്. സെക്കൻഡ് റോ ആൻഡ് ഫസ്റ്റ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലിമെൻറ്റ് ഇതിൽ ഏതാണ്, 6 ആണ്. ഓക്കെ, ഇതിലേതാണ് എലിമെൻറ്റ്, 6 ആണ്. അപ്പോൾ 6 ഈക്വൽ ടു 6 വന്നിട്ടുണ്ട്. A12ഉം A21ഉം ഈക്വൽ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, A13യും ഇത് കണ്ടോ 3, ഇതെന്ന് പറഞ്ഞാൽ എന്താ A13 ആണ്. അപ്പോൾ A13 എന്തിന് ഈക്വൽ ആയിരിക്കണം, A31ന് ഈക്വൽ ആയിരിക്കണം. A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ്. A31 എന്ന് പറഞ്ഞാലോ തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഓക്കെ, തേർഡ് റോ ആൻഡ് ഫസ്റ്റ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ് എവിടെ എന്താണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഏത് ഐയും ജെയും എടുത്താലും എ ഐ ജെയും എ ജെ ഐയും ഈക്വൽ ആയിരിക്കും. ഏതിൻ്റെ കേസിൽ, സിമ്മെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ. ഓക്കെ, സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമ സമമിത മെട്രിക്സ് ആണ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമ്മെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a. ഓക്കെ, എ ട്രാൻസ്പോസ് എ തന്നെയാണെങ്കിൽ അത് സിമ്മെട്രിക്കും, എ ട്രാൻസ്പോസ് -a ആണെങ്കിൽ അത് എന്തായിരിക്കും, സ്ക്യൂ സിമ്മെട്രിക്കും ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റോയും കോളയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് റോ. അതിനെ ഫസ്റ്റ് കോളോ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 0 -5 -7 എന്ന് കിട്ടും. സെക്കൻഡ് റോ 5 0 -2 ആണ്. അതിനെ കോളോ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 0 -2. നെക്സ്റ്റ് തേർഡ് 7 2 0 ആണ്. തേർഡ് റോ ആണല്ലോ, അതിന് കോളോ ആയിട്ട് എഴുതുമ്പോൾ 7 2 0. ഓക്കെ, ഇനി ഇതിൽ ഒരു മൈനസ് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, മൈനസ് പുറത്തോട്ട് എടുത്താൽ എന്താ സംഭവിക്കുന്നത്, മൈനസ് ഉള്ള ഭാഗത്തേക്ക് പ്ലസ് കൊടുക്കണം, പ്ലസ് ഉള്ള ഭാഗത്തേക്ക് മൈനസും കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം എന്ത് വന്നു, 0 5 7 ആണ്. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, -5 0 2 വരും. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ 7 2 0. ഓക്കെ, അപ്പോൾ അത് -7 2 0 എന്നായി. -7 -2 0 എന്നായി. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എ ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -a. എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെങ്കിൽ അതെന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്. ക്ലിയർ ആയല്ലോ. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്, സിമെട്രിക്കും. എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെങ്കിൽ അതെന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ക്ലിയർ അല്ലേ.
നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി നോക്കാം. ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെറ്റ് എക്സാമിനെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്, ദെൻ എ പവർ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും സിമെട്രിക് തന്നെ ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്നൊരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ പവർ എന്നും എന്താണ്, അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്, വേർ എൻ ഈസ് എൻ ഇൻറ്റിജർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നോക്കൂ. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ നമ്പേഴ്സ് എൻട്രി. ഓക്കെ, അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് റിയൽ എൻട്രീസ് വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ എങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും, അത് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ, ഇതിന് പ്രൂഫ് ഒന്നും കൊടുത്തിട്ടില്ല. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിമെട്രിക് മെട്രിക്സും, അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ക്യൂ സിമെട്രിക്കും. ഓക്കെ, സിമെട്രിക് ആവണമെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ്, അതുപോലെ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും കിട്ടുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സും ഇൻവോളണ്ടറി മെട്രിക്സും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡംപൊട്ടൻ്റ് മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഐഡംപൊട്ടൻ്റ് ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു എ. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എ തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം, ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് എ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. 2 - 2 - 4 -1 - 3 4 1 - 2 - 3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, എ സ്കോർ എടുക്കണം. എ സ്കോർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇതേ സെയിം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെ വന്നിട്ടുണ്ട്, ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ മെട്രിക്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ എ സ്കോർ ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം, ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, എ സ്കോർ ഈക്വൽ ടു എ ആണെങ്കിൽ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ്. ഇനി ഇൻവോളണ്ടറി മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഇൻവോളണ്ടറി മെട്രിക്സ് ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു ഐ. ഓക്കെ, എ സ്ക്വയർ ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ അത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കാം. ഐഡംപൊട്ടൻ്റ് ആണോ, ഇൻവോളണ്ടറി ആണോ, സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഓർത്തോഗണൽ ആണോ, അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഐഡംപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എ സ്കോർ ഈക്വൽ ടു എ ആയിരിക്കും. അതുപോലെ ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്കോർ ഈക്വൽ ടു ഐ ആയിരിക്കും. ഓക്കെ, എ സ്കോർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എലമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും, ഇൻവോളണ്ടറി ആയിരിക്കും. കാരണം ഐ സ്ക്വയർ ഈക്വൽ ടു ഐ തന്നെയാണ്. ഓക്കെ, ഐ സ്ക്വയർ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ യൂണിറ്റ് മെട്രിക്സ് ഓൾവേസ് ഇൻവോളണ്ടറി ആണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇൻവോളണ്ടറി മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണെങ്കിൽ അത് ഇൻവോളണ്ടറി മെട്രിക്സും, എ സ്ക്വയർ ഈക്വൽ ടു എ ആണെങ്കിൽ അത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സും ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഓർത്തോഗണൽ അല്ലെങ്കിൽ ലാംബിക മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോഗണൽ അല്ലെങ്കിൽ ലാംബിക മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഓർത്തോഗണൽ മെട്രിക്സ് ഇഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ, യൂണിറ്റ് മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ ഒരു മെട്രിക്സിനെയും അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അതിനെയാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. 1/√2 0 - 1/√2 0 1 0 1/√2 0 1/√2. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താ വരുന്നത് നോക്കൂ. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആയിട്ട്, തേർഡ് റോയിനെ തേർഡ് കോളം ആയിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് എ ട്രാൻസ്പോസ് കിട്ടുന്നത്. എയും എ ട്രാൻസ്പോസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഓർത്തോഗണലാണ്. ഓക്കെ, ഒരു മെട്രിക്സിന് അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പോൾ പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക, എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അതായത് ഈ ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ
അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേഴ്സും എല്ലാം എന്തായിരിക്കും? ഓർത്തോഗണൽ തന്നെ ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. എ എന്ന് പറഞ്ഞൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഓർത്തോഗണലായിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സും എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. ട്രാൻസ്പോസ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. അതായത് എന്താണ്? എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ് അല്ലേ? അപ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടണം. സെയിം തന്നെയാണ് കാര്യം. അപ്പോൾ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേഴ്സും എല്ലാം എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. അടുത്തത് ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? +or-1 ആയിരിക്കും. ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? +1 അല്ലെങ്കിൽ -1 ആയിരിക്കും കേട്ടോ. ഇത് തിരിച്ച് പറയാൻ പറ്റില്ല. അതായത് ഡിറ്റർമിനൻ്റ് +1 -1 ആണെങ്കിൽ അത് ഓർത്തോഗണൽ മെട്രിക്സോ ആയിരിക്കുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ദി കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് +1 -1 ആയിരിക്കും. പക്ഷെ തിരിച്ച് ഡിറ്റർമിനൻറ്റ് +1 -1 ആണെങ്കിൽ അത് ഓർത്തോഗണലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇനി റാങ്കും അതിന് മുൻപായിട്ട് ഇത് നോക്കൂ. എ ഇൻവേഴ്സ് = എ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, എ ഇൻവേഴ്സും എ ട്രാൻസ്പോസും എന്തായിരിക്കും? അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിന് ഈക്വൽ ആയിരിക്കും ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കേസിൽ. അതുപോലെ തന്നെ റാങ്കും ഓർഡറും സെയിം ആയിരിക്കും. ഓർഡർ എന്താണോ അത് തന്നെ ആയിരിക്കും ആ മെട്രിക്സിൻ്റെ റാങ്ക് വരുന്നത്. ഇതൊക്കെ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് നോക്കൂ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി എലമെൻറ്റ് ഇൻ ഈച്ച് റോ ഈസ് 1. അതായത് ഏത് റോ എടുത്തു കഴിഞ്ഞാലും അതിൽ എലമെൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1ന് ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് നോക്കാം. ഇതിൽ ഈ എക്സാമ്പിളിൽ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഒരു റോ എടുക്കുന്നു, ആ റോയിലെ എലമെൻസിൻ്റെ സ്ക്വയറിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ എലമെൻസിൻ്റെയും സ്ക്വയർ ഉണ്ടല്ലോ, അതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് 1/√2ൻ്റെ സ്ക്വയർ എന്താണ്? 1/2 ആണ്. നെക്സ്റ്റ് 0 ആണ്. 0 സ്ക്വയർ 0 വരും. അടുത്ത -1/√2 ആണ്. അതിൻ്റെ സ്ക്വയർ 1/2 ആണ് അല്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 വരുന്നുണ്ട്. അങ്ങനെ ഏത് റോ എടുത്തു കഴിഞ്ഞാലും ആ ഓരോ റോയിലെയും എലമെൻസിൻ്റെ സ്ക്വയേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് ഈ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എലമെൻറ്റ് ഇൻ ഈച്ച് റോ. ഏത് റോ എടുത്തു കഴിഞ്ഞാലും ആ റോയിലെ എലമെൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇൻ 2 ഡിസ്റ്റിങ്ക്റ്റ് റോ ഈസ് 0. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും 2 റോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഈ മെട്രിക്സിൽ ഇപ്പോൾ ആദ്യത്തെ 2 റോ എടുക്കുന്നു. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും എടുക്കുക. ഇവ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/√2 ഇൻറ്റു 0 ചെയ്താൽ 0 കിട്ടും. 0 ഇൻറ്റു 1 ചെയ്താൽ 0 കിട്ടും. നെക്സ്റ്റ് ചെയ്താലും എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്താലും എന്ത് വന്നു? 0 തന്നെ വരും. അതുപോലെ ഇതെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇനി ഫസ്റ്റ് റോയും തേർഡ് റോയും എടുത്താലോ? ഇവ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുന്നത്? 1/√2 1/√2 മൾട്ടിപ്ലൈ ചെയ്താൽ 1/2. നെക്സ്റ്റ് പിന്നെ 0 ആണ്. അടുത്ത് നോക്കി ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലോ -1/2 എന്ന് കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തായി? ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ പിന്നെ 0 ആണ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. നെക്സ്റ്റ് ആണെങ്കിൽ -1/2 ആണ്. ടോട്ടൽ ആഡ് ചെയ്തപ്പോഴോ 1/2 -1/2 0 ആണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് പഠിച്ചിട്ടുള്ളത്? ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് +1 -1 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേഴ്സും എല്ലാം എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. പിന്നെ എ ഇൻവേഴ്സും എ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും. റാങ്ക് ഓർഡറിന് ഈക്വൽ ആയിരിക്കും. റാങ്ക് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് റോ എടുത്തു കഴിഞ്ഞാലും ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ന് ഈക്വലും. അതുപോലെ ഏത് 2 റോ എടുത്താലും കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ടൈപ്പ് നോക്കാം. ഹെർമീഷ്യൻ മെട്രിക്സ്. ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനും എന്താണെന്ന് നോക്കാം.
എ സ്ക്വയർ മെട്രിക്സ് എ സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് കേട്ടോ. നോക്കൂ, എ ട്രാൻസ്പോസ് എ കോൺജുഗേറ്റിന് ഈക്വൽ ആണെങ്കിൽ, ട്രാൻസ്പോസ് മെട്രിക്സും കോൺജുഗേറ്റ് മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. അതല്ല എങ്കിൽ വേറൊരു തരത്തിൽ പറയുന്നുണ്ട് എ സ്റ്റാർ. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്നാണ്. ഓക്കെ, എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ട്രാൻസ്പോസ്, അതായത് കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ്. കണ്ടോ, എ കോൺജുഗേറ്റ് ഉണ്ട്, ഹോൾ റൈസ് ടു ബാർ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താണ്? കോൺജുഗേറ്റ് എടുത്തതിന് ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നു. കോൺജുഗേറ്റും ട്രാൻസ്പോസും എല്ലാം നമ്മൾ നേരത്തെ പ്രീവിയസ്ലി പഠിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് സ്ലൈഡിലായിട്ട് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്നാണ്, അതായത് കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് എന്നാണ്. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം എ എന്ന മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു കാര്യം? ഒന്നില്ലെങ്കിൽ എ ട്രാൻസ്പോസും അതുപോലെ എ കോൺജുഗേറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് കോൺജുഗേറ്റ് മെട്രിക്സും ട്രാൻസ്പോസ് മെട്രിക്സും ഈക്വൽ ആയിരിക്കണം. അതല്ല എങ്കിൽ കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സെയിം മെട്രിക്സ് എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഹെർമീഷ്യൻ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? റിയൽ എലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? റിയൽ എൻട്രീസ് ആയിരിക്കും. ഇനി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? കോൺജുഗേറ്റ് കോംപ്ലക്സ് ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ദി ട്രാൻസ്പോസ്ഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, റിയൽ എൻട്രീസ് ആയിരിക്കണം. ഇനി ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അവ പരസ്പരം എന്തായിരിക്കണം? കോൺജുഗേറ്റ് കോംപ്ലക്സ് ആയിരിക്കണം, കോൺജുഗേറ്റ് ആയിരിക്കണം. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം ഇവിടെ വരുന്നത്. 3 + 4i കോൺജുഗേറ്റ് എന്താ? 3 - 4i. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്നാൽ എന്താണെന്ന് അറിയാലോ. ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം? കോൺജുഗേറ്റ് ആയിരിക്കണം. പിന്നെ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് റിയൽ ആയിരിക്കണം. ഹെർമീഷ്യൻ മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുക, അതെന്താണെന്ന് പഠിക്കുക, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് സ്ക്യൂ ഹെർമീഷ്യൻ എന്താണെന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a കോൺജുഗേറ്റ്. ഓക്കെ, അതായത് ട്രാൻസ്പോസും കോൺജുഗേറ്റും പരസ്പരം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയാം. അതല്ല എങ്കിൽ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ കോൺജുഗേറ്റ് ഹോൾ ട്രാൻസ്പോസ് ആണ്, അത് -aക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയാം. ഓക്കെ, സ്ക്യൂ ഹെർമീഷ്യൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിയാലോ. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0യോ അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. ഓക്കെ, ഹെർമീഷ്യൻ ആണെങ്കിൽ ഡയഗണലുള്ള എലമെൻറ്റ്സ് റിയൽ ആണ്. പക്ഷേ സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിലോ ഡയഗണലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0യോ അല്ലെങ്കിൽ ഇമാജിനറി നമ്പറോ ആയിരിക്കും. ഓക്കെ, ദെൻ നോൺ ഡയഗണലുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് കോൺജുഗേറ്റ് ആയിരിക്കണം. നെഗറ്റീവ് കോൺജുഗേറ്റ് കോംപ്ലക്സ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി ട്രാൻസ്പോസ്ഡ് പൊസിഷൻ. ഓക്കെ, ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റ്സിൻ്റെ എന്തായിരിക്കണം? നെഗറ്റീവ് കോൺജുഗേറ്റ് ആയിരിക്കണം. ഓക്കെ, നെഗറ്റീവ് കോൺജുഗേറ്റ്, അതായത് ഇത് നോക്കൂ, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ? 1 - i. അതിൻ്റെ നെഗറ്റീവ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. 1 + iൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 1 - i ആണ്. അതിൻ്റെ നെഗറ്റീവ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൈനസ് കൊടുക്കണം. ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി? -1 + i എന്നായി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനും പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക. സ്ക്യൂ ഹെർമീഷ്യനിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് 0 അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും ട്രാൻസ്പോസ്ഡ് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് കോൺജുഗേറ്റ് ആയിരിക്കണം. സ്ക്യൂ ഹെർമീഷ്യനിൽ നെഗറ്റീവ് കോൺജുഗേറ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ മെട്രിക്സ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്താണെന്ന് നോക്കി അതിൻ്റെ മലയാളം ടേംസ് എല്ലാം പഠിക്കുക.
ഓക്കെ, മലയാളം ടേംസ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോന്നും എന്താണ് എന്നുള്ളത് അത് വ്യക്തമായി മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമാണ് അതിലെ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ഏതെല്ലാം മെട്രിക്സ് ആണ് പഠിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ മെട്രിക്സിൽ വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്